ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വിഷ് യു ഓൾ എ വെരി ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസിൻ്റെ നാളുകളാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസകൾ നേരുന്നു. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുദേവൻ തിരുപ്പിറവിയെടുത്ത ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു വേളയിൽ നമുക്ക് ഒരു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ ആയാലോ. ക്രിസ്മസിന് മുന്നോടിയായിട്ട് ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ് ട്രീ, ലൈവ് ക്രിസ്മസ് പ്ലാന്റ് ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നടുന്നത്, ആ ട്രീയുടെ പേരെന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുമല്ലോ. ലിവിങ് ക്രിസ്മസ് ട്രീയെ നമ്മളിപ്പോൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ പോട്ടിങ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അരക്കേറിയ ഹെട്രോഫില എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. അരക്കേറിയ ഈസ് എ സ്പീഷീസ് ഓഫ് കോണിഫർ. കോണിഫർ മീൻസ് കോൺ ബിയറിംഗ് സീഡ് പ്ലാന്റ്സ്. അരക്കേറിയ ഹെട്രോഫിലയുടെ വെർനാക്കുലർ നെയിം, അതായത് പ്രാദേശികമായി അറിയപ്പെടുന്ന പേര് നോർഫോക്ക് ഐലൻഡ് പൈൻ അല്ലെങ്കിൽ നോർഫോക്ക് പൈൻ എന്നാണ്. ഈ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ ജീനസ് അരക്കേറിയ, ഫാമിലി അരക്കേറിയേസിയെ, സ്പീഷീസ് അരക്കേറിയ ഹെട്രോഫില എന്നാണ്. ഇതിൻ്റെ മറ്റു പേരുകൾ നോക്കിയാലോ. സ്റ്റാർ പൈൻ, പോളിനേഷ്യൻ പൈൻ, ട്രയാങ്കിൾ ട്രീ, ലിവിങ് ക്രിസ്മസ് ട്രീ എന്നൊക്കെയാണ് ഇതിനെ മറ്റു പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ അരക്കേറിയ പ്ലാന്റിനെ നടാനായിട്ട് ഒരു ചെറിയ പോട്ട് പോരല്ലോ, അതൊരു ട്രീ ടൈപ്പിലുള്ള ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പോട്ട് വാങ്ങി, ഒരു ഫൈബറിൻ്റെ പോട്ട് വാങ്ങി. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പോട്ട് തന്നെയാണ്. 1500ഓളം രൂപയുടെ പോട്ടാണിത്. അപ്പോൾ ഇതിലാണ് ഞാൻ അരക്കേറിയ പ്ലാന്റിനെ നടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെ ഡീറ്റെയിൽഡായിട്ട് നമുക്കൊന്നുകൂടെ കാണാം. ഈ പോട്ട് അതിലെങ്ങനെയൊക്കെയാണ് ഹോൾസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ സൈഡും ബാക്ക് സൈഡും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ പോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ധാരാളം ഹോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം നല്ല രീതിക്ക് ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ സോയിൽ എന്ത് ചെയ്യും, സോഗിയായി പോവും, അതായത് വാട്ടർ ലോക്ക് ചെയ്യും. അങ്ങനെ വാട്ടർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് റോട്ട് ഉണ്ടാകും. സോ ദ പോട്ട് മസ്റ്റ് ഹാവ് മോർ ഡ്രെയിനേജ് ഹോൾസ്. ഒരു ട്രെയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. വേര് മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ പ്ലാന്റിന് വേണ്ടിയിട്ട് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ പോട്ടിംഗ് മിക്സ് ഒരിക്കലും സോഗി ആവരുത്, അതായത് വാട്ടർ ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള മണ്ണാവരുത്. ചില പോട്ടിംഗ് മിക്സ് ഉണ്ടല്ലോ, വെള്ളം ഒഴിക്കുമ്പോൾ ചെളി പോലെ ആയിപ്പോവും. അങ്ങനെ ആകാതിരുന്നു കഴിഞ്ഞാൽ നല്ല പോട്ടിംഗ് മിക്സ് ആണ്. ഗാർഡൻ സോയിൽ, സാൻഡ്, കൊക്കോപീറ്റ്, വെർമി കമ്പോസ്റ്റ്, പെർലൈറ്റ്, വെർമിക്കുലേറ്റ്, കൗഡങ് പൗഡർ, ഇത് ഇത്രയും ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്ത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണ് ഒരു ലൂസ് ആവാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് നല്ല കണ്ടീഷനുള്ള ഒരു പോട്ടിംഗ് മിക്സായിട്ട് മാറും. അപ്പോൾ അത് കാണുമ്പോൾ അറിയാം നമുക്ക് നല്ലൊരു ഫൈനായിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അത്. അപ്പോൾ ഇനി ഇതിലാണ് നമ്മൾ പ്ലാന്റ് നടാനായിട്ട് പോകുന്നത്. പോട്ടിംഗ് മിക്സ് റെഡിയാക്കുമ്പോൾ നമ്മൾ ഈ ചേർത്ത കണ്ടൻസുകളൊക്കെ എല്ലാ ഭാഗത്തും നല്ല ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിനെ നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുത്ത് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റിനെ നടാനായിട്ട് തുടങ്ങാം. ആദ്യം ട്രേ വെച്ചു, അതിന് പുറത്തായിട്ട് നമ്മൾ പോട്ട് സെറ്റ് ചെയ്തു. പോട്ടിന് അടിഭാഗത്തായിട്ട് ബോട്ടം ലെയറായിട്ട് നമുക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഡ്രെയിനേജിന് വേണ്ടിയിട്ട്, ഡ്രെയിനേജ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കല്ലിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഉണങ്ങിയ കരിയില, അത് നമുക്ക് പോട്ടിൽ കല്ലിന് മുകളിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ബോട്ടം ലെയറിൽ നമ്മൾ ഈ കല്ലുകളൊക്കെ നിരത്തി കൊടുക്കുക. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ചെടികൾ നടുമ്പോൾ വെള്ളം നല്ല രീതിക്ക് ആ പോട്ടിൽ നിന്ന് വാർന്നു പോകണം. അതിന് വേണ്ടിയിട്ടാണ്. വെള്ളം നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ, ചെടിയുടെ വേരുകളൊക്കെ അഴുകിപ്പോവും, അതായത് റൂട്ട് റോട്ട് ഉണ്ടാകും. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ കല്ലുകൾ അടുക്കി കൊടുക്കുന്നത്. ഇതിന് മുമ്പുള്ള പല വീഡിയോകളിലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെയേ ചെടി നടാവുള്ളൂ കേട്ടോ. ഞാനിവിടെ വൈറ്റ് പോട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പല കളറിലുള്ള പോട്ടുകളുണ്ട്, പക്ഷേ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഗ്രീനും വൈറ്റും ഒരു നല്ല കോമ്പിനേഷൻ ആണല്ലോ. ഇനി ആ കല്ലിന് മുകളിലായിട്ട് നമുക്ക് ഉണങ്ങിയ കരിയിലകൾ ഇട്ട് കൊടുക്കണം. കരിയിലകൾ ഉണങ്ങിയതെന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മണ്ണോട് ചേർന്ന് ബയോ വളങ്ങളായിട്ട് അതിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളും ചെടി നടുമ്പോൾ നിങ്ങൾക്ക് കരിയിലകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുന്ന വളരെ നല്ലതാണ്. ചെടിയുടെ ഗ്രോത്തിനെ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കരിയിലയും ഇട്ടു, നമുക്കതൊന്ന് പ്രസ് ചെയ്ത് നല്ലതുപോലെ ഈവനാക്കി വെക്കാം.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് ഈ കരിയിലയുടെ മുകളിലായിട്ട് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്, ലിവിങ് ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ അരക്കേറിയ ഹെട്രോഫില എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിനെ ക്രിസ്മസ് ട്രീ എന്നൊക്കെയാണ് വിളിക്കാറ്. അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആയപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ് ഇത്തരത്തിലുള്ളൊരു പ്ലാന്റിനെ വാങ്ങി നടണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഈ പ്ലാന്റിന് 250 രൂപയായിരുന്നു വില. ഈ പ്ലാന്റിന് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ആവശ്യം. ബ്രൈറ്റ് ലൈറ്റിലും വെക്കാം, പക്ഷേ മിഡ് ഡേ ലൈറ്റിൽ വെക്കരുത്. മിഡ് ഡേ ലൈറ്റ് കൊള്ളുവാണെന്നുണ്ടെങ്കിൽ നല്ല സൂര്യപ്രകാശമാണല്ലോ, അപ്പോൾ ഈ ചെടിയുടെ ഇലകൾക്കൊക്കെ ഒരു വാട്ടം സംഭവിക്കും, ബ്രൗൺ കളറിലേക്കൊക്കെ വന്നിട്ട് ചെടി നശിച്ചു പോകും. ഈ പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കുക, അതിൻ്റെ പോട്ടിംഗ് മിക്സ് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ വാട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് വാട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് ചെയ്താലും മതി, പക്ഷേ സോയിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് വെള്ളത്തിൻ്റെ നനവുണ്ടോ അതോ ഡ്രൈ ആയിപ്പോയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ പ്ലാന്റിനെ നമുക്ക് കവറിൽ നിന്ന് സാവകാശം ഇളക്കിയെടുത്ത ശേഷം, അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ. കുറച്ച് മണ്ണ് ഇങ്ങനെ കട്ടിക്കാണ് അവർ വെച്ചിരിക്കുന്നത് നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോഴേ. അപ്പോൾ അത് നമുക്ക് പതുക്കെ മണ്ണ് മാറ്റാൻ നിൽക്കുന്നില്ല, കാരണം ചിലപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്ലാന്റുകളല്ലല്ലോ ഇതൊന്നും. അതുകൊണ്ട് തന്നെ ആ മണ്ണ് അങ്ങനെ വെച്ചിട്ടാണ് ഇതിലേക്ക് വെക്കുന്നത്. ചിലപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് അറിയില്ലല്ലോ. ഇത് വെച്ച് നോക്കുകയാണ്, ഇത്ര മണ്ണിൻ്റെ ലെവൽ ഇത് മതിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് വെച്ച് നോക്കി. അപ്പോൾ കുറച്ച് മണ്ണും കൂടെ ഇടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതിനെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടി അതിൽ പോട്ടിലിട്ട ശേഷം പ്ലാന്റ് വയ്ക്കാം കേട്ടോ. കുറച്ച് പോട്ടിംഗ് മിക്സിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അതും കൂടെ ഇട്ടാലേ ആ പ്ലാന്റ് കറക്റ്റ് ഹൈറ്റിൽ നമുക്ക് നടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് മണ്ണും കൂടെ നമുക്ക് ഇതിൽ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ കുറച്ച് മണ്ണും കൂടെ ഇട്ട ശേഷം വേണം നമ്മൾ ചെടി വയ്ക്കാൻ. അപ്പോൾ എന്നിട്ട് മണ്ണ് ഇട്ട് കൊടുത്ത ശേഷം കൈ കൊണ്ടൊക്കെ ഒന്ന് നിരത്തി വെച്ച് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ആ പോട്ടിലുള്ള മണ്ണിനെ ഒന്ന് ടാപ്പ് ചെയ്യണം. കാരണം വെറുതെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് നല്ല ലെവലിൽ എല്ലായിടത്തും ഒരുപോലെ നിറയില്ല. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ നിറയാതെ കിടക്കും. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ എല്ലാം ഈവനായിട്ട് എല്ലാ ഭാഗത്തും നിറഞ്ഞ് നിൽക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ പ്ലാന്റിനെ നമുക്ക് സെൻറ്ററിലേക്ക് എടുത്ത് വയ്ക്കാം. പോട്ടിൻ്റെ സെൻറ്ററിൽ വെച്ച ശേഷം ഇനി കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്ലാന്റ് വെച്ച ശേഷം നമുക്ക് ആ പ്ലാന്റിലുള്ള കവറിലുണ്ടായിരുന്ന മണ്ണ് എത്രയാണോ അതിന് മുകൾ ഭാഗത്ത് വരെ മണ്ണ് വരുന്ന രീതിക്ക് മണ്ണിട്ട് കൊടുക്കണം. നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഈവനാക്കി നിരത്തി റെഡിയാക്കി നമുക്ക് നിർത്താം. ഒന്ന് പ്രസ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം, കാരണം ഒരു വലിയ ഒരു പ്ലാന്റാണ്, ഒരു ട്രീ ടൈപ്പിലൊക്കെ വളരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തൊക്കെ കൊടുക്കാം, മണ്ണിട്ട ശേഷം ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കുറച്ച് മണ്ണങ്ങ് താഴ്ന്നു പോകും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇട്ട മണ്ണിൻ്റെ ലെവലൊന്ന് താഴും. കാരണം നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതെന്തായിരുന്നാലും മണ്ണ് കുറച്ചുകൂടെ സെറ്റാകുമ്പോഴത്തേക്ക് അതിൻ്റെ ലെവലൊന്ന് താഴും. അപ്പം നമുക്ക് വീണ്ടും മണ്ണിനെ ഒന്ന് ചെറുതാക്കി ലൂസാക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത ശേഷം വളങ്ങളും ഒക്കെ ചേർക്കുമ്പോൾ വീണ്ടും അതിൻ്റെ ലെവൽ കുറച്ചും കൂടെ കൂടി വരും. അപ്പോൾ അങ്ങനെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പ്ലാന്റിങ് ഒക്കെ കഴിഞ്ഞു, വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉടനെയൊന്നും വെള്ളം കൊടുക്കണ്ട. ഏകദേശം ഒരു 5-6 ദിവസത്തിന് ശേഷം മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾക്ക് വെള്ളം കൊടുത്താൽ മതിയാവും. അതാണ് ഈ പ്ലാന്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാട്ടറിങ് രീതി എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് ഉണ്ടല്ലോ നമുക്ക് ഇൻഡോറിൽ വെക്കാനും വളരെ സ്യൂട്ടബിളാണ്. നല്ല ബ്രൈറ്റ് ഇൻഡോഴ്സിന് പറ്റിയതാണ് നമ്മുടെ ഈ അരക്കേറിയ ഹെട്രോഫില എന്ന് പറയുന്ന ഈ പ്ലാന്റ്. അപ്പോൾ നല്ല ബ്രൈറ്റ് ഏരിയ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഇൻഡോറിൽ വെക്കാനായിട്ട് സാധിക്കും. ഈ പ്ലാന്റിന് ആവശ്യമായ ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൗസ് ഹോൾഡ് ടെമ്പറേച്ചർ തന്നെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ. അതുകൊണ്ട് നമുക്കിത് ഇൻഡോറിനൊക്കെ നമ്മുടെ ഇൻഡോഴ്സിനും അല്ലെങ്കിൽ ഔട്ട്ഡോഴ്സിനാണെങ്കിൽ പോലും വയ്ക്കാൻ വളരെ നല്ലതാണ്. വൺ കണ്ടീഷൻ ഈസ് ദെയർ, ഡോണ്ട് പ്ലേസ് ദ പ്ലാന്റ് ഇൻ ദ ഡയറക്റ്റ് മിഡ് ഡേ സൺലൈറ്റ്. അപ്പോൾ എൻ്റെ ക്രിസ്മസ് പ്ലാന്റ് എങ്ങനെയുണ്ട്, എൻ്റെ ലൈവ് ക്രിസ്മസ് പ്ലാന്റ് എങ്ങനെയുണ്ട് എൻ്റെ കൂട്ടുകാരെ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റും നിങ്ങളുടെ ഓരോ ലൈക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒക്കെ നിങ്ങളുടെ വ്യൂസും ഒക്കെ ഞാൻ വളരെയേറെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ നിങ്ങളോട് നന്ദിയുള്ളതാണ്. എനിക്കെപ്പോഴും നിങ്ങളോട് നന്ദിയുണ്ട് അതിൽ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിങ്ങനെ തുടരാനായിട്ട് കഴിയുന്നത്. ഇനിയും ആ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.
ഇതിൻ്റെ ഗ്രോത്തിനായിട്ട് 20-20-20 ലിക്വിഡ് ഫെർട്ടിലൈസർ 2 ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ പ്ലാന്റിൻ്റെ പുതിയ ബ്രാഞ്ച് നോക്കിയേ, 4 ഭാഗത്തേക്കുള്ള ലീവ്സ് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലാണ് കാണുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിന് എനിക്ക് പുതിയൊരു പ്ലാന്റ് അതിഥിയായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. അതും ഒരു ക്രിസ്മസ് പ്ലാന്റ് തന്നെയല്ലോ. അതാണ് എനിക്ക് ഏറ്റവും നല്ല സന്തോഷമായിട്ട് തോന്നിയത്. ഈ ക്രിസ്മസിൻ്റെ സ്പെഷ്യലാണിത്. അപ്പോൾ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഡിസൈഡ് ചെയ്തു. വൈറ്റ് ലൈറ്റൊക്കെ അതിന് വേണ്ടി വാങ്ങിച്ചിട്ട് ഞങ്ങളത് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ അതും കൂടെ ആയപ്പോഴുണ്ടല്ലോ നല്ല രസമാണ്. നൈറ്റിലൊക്കെ കാണുമ്പോഴുണ്ടല്ലോ എന്ത് ഭംഗിയാണെന്നോ, നല്ല രസമായിട്ട് നിൽപ്പുണ്ട് ആ പ്ലാന്റ്. ചെടിയിൽ ലൈറ്റും കൂടെ ഇടുമ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ, ചൂടടിച്ച് ലീഫൊക്കെ ചീത്തയാകുമോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈറ്റ് തൊട്ട് നോക്കുമ്പോൾ അതിൽ ഒട്ടും ചൂട് വരുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റാണ് വാങ്ങിയത്. ഒത്തിരി പേർക്ക് അറിവുള്ളതാണല്ലോ ഈ പ്ലാന്റ്. ഇനി ആർക്കെങ്കിലും അറിയാതെയോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാതെയോ ഒക്കെ ഉണ്ടെങ്കിൽ, പേരൊക്കെ അറിയാതെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടും എന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം എന്നെ അറിയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. വിഷ് യു എ മെറി ക്രിസ്മസ് മൈ ഡിയർ ഫ്രണ്ട്സ്.